ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് അല്ലേ. കാരണം ആര്യനാണെന്നുണ്ടെങ്കിൽ കിടക്കാനായിട്ട് വരുമ്പോൾ നെവിൻ ശരിക്കും ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കുകയാണ്. അപ്പം നെവിനെ എത്ര എണ്ണിപ്പിക്കാൻ നോക്കിയിട്ടും ആര്യൻ ശ്രമിച്ചിട്ടും നെവിൻ അവിടെ തന്നെ കിടക്കാൻ പുതപ്പൊക്കെ മൂടി കിടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം ആര്യൻ എന്ത് ചെയ്യും, നമ്മുടെ നെവിൻ്റെ ബെഡിലേക്ക് കിടക്കാനായിട്ട് പോകും. ആ ടൈമിങ്ങിൽ നെവിൻ അങ്ങ് എണ്ണിച്ചങ്ങ് മാറുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഓടി റെന ഫാത്തിമ ഓടി വന്നിട്ട് ആര്യൻ്റെ ബെഡിൽ കിടന്നിട്ട് പുതപ്പിട്ടങ്ങ് മൂടുകയാണ്. പക്ഷേ ആ നിമിഷം തന്നെ ആര്യനാണെങ്കിൽ റെനെ എണ്ണിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, റെനയുടെ മേത്തോട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ ശരീരത്ത് ഒട്ടിക്കിടക്കത്തൊന്നുമില്ല, രണ്ട് കാലും കുത്തിയാണ് പുള്ളി നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും റെന എണ്ണിക്കുന്നെങ്കിൽ എണ്ണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആര്യൻ അങ്ങനെ ചെയ്തത്. പക്ഷേ റെണയ്ക്ക് അത് ഭയങ്കര വിഷമമായി. റെന എണ്ണിച്ച് വന്ന് ബിന്നിയോട് ഭയങ്കരമായിട്ട് കരയുകയും ഒക്കെ പറയുന്നു. അപ്പം ബിന്നി സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. ഭയങ്കര പുരോഗമനവാദികളായിരുന്നു ഈ റെനയും ബിന്നിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിൽ. കാരണം അനു ഇങ്ങനെ ജിഷയിലിനെയും ആര്യനെയും കണ്ടതിലൊക്കെ ഓരോ ആദ്യമേ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് പിന്നീട് അത് പെട്ടെന്ന് അത് മാറ്റി പറഞ്ഞ് അങ്ങനെ ഭയങ്കര പുരോഗമനവാദികളായിട്ടൊക്കെ നിന്ന ഒരു വ്യക്തികളാണ്. ഞാനങ്ങ് പേടിച്ചു പോയി എന്നാണ് നമ്മുടെ റെന നമ്മുടെ ബിനിയോട് പറയുന്നത്. ഞാനങ്ങ് ഷോക്കായി പോയി എന്ന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഷോക്കായിട്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാർ എന്തിനാണ് ചുമ്മാ തമാശയ്ക്ക് പോലും ആര്യൻ്റെ ബെഡിൽ പോയി കിടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇതിനകത്ത് തെറ്റുകാരി രണ തന്നെയാണ്. പിന്നെ എന്താണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാ പ്രാവശ്യത്തെയും മത്സരാർത്ഥികൾ കളിക്കുന്ന ഒരു ഗെയിമേ അല്ല ബിഗ് ബോസിൽ ഇപ്രാവശ്യത്തെ ആൾക്കാർ കളിക്കുന്നത്. എൻ്റെ തോന്നലാണോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും നിങ്ങളുടെ കമൻറ്റ് വേഗം എഴുതുക. ഓക്കെ.